എല്ലാ NIOS വിദ്യാർത്ഥികൾക്കും ഒരിക്കൽ കൂടി PVM ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക്, അതായത് NIOS +2 പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് പഠിക്കാനുള്ള 8ാമത്തെ എക്സാം ഓറിയന്റഡ് പാഠത്തിന്റെ ലാസ്റ്റ് പാർട്ടാണ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. ഇതിന്റെ 1, 2, 3 ഭാഗം ഇതിനു മുമ്പേ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് വളരെ വ്യക്തമായി ക്ലാസ് കേട്ടതിന് ശേഷം മാത്രം ഈ 4ാമത്തെ പാർട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാകുന്നു. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഒരു കണക്ഷൻ കിട്ടില്ല. അപ്പോൾ ഏറ്റവും ശ്രദ്ധിക്കണം. 4ാമത്തെ പാർട്ടാണ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. പിന്നെ 4ാമത്തെ മാത്രമല്ല, ലാസ്റ്റ് പാർട്ട്. അപ്പം നമുക്കറിയാം, ഈ പാഠത്തിൽ ഒരു ഗ്രാമീണ ഡോക്ടർ ഒരു ഡെലിവറി കേസ് അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒറ്റയ്ക്ക് യാത്ര ആരംഭിക്കുന്നു. അങ്ങനെ വഴിമധ്യേ വേറെ ആളെ കാറിൽ കയറ്റുന്നു. തൊട്ടടുത്ത് തൻ്റെ വാച്ച് അദ്ദേഹം പോക്കറ്റ് ചെയ്യാൻ ശ്രമിക്കവേ അവരെ വീണ്ടും കാറിൽ നിന്ന് പുറത്താക്കുകയും അദ്ദേഹം അങ്ങനെ തൻ്റെ യാത്ര ഡെലിവറി കേസുള്ള അവരുടെ വീട്ടിലെത്തുകയും അങ്ങനെ ഡെലിവറി എല്ലാം കഴിഞ്ഞ് ലാസ്റ്റുള്ള ഭാഗമാണ് കഥയുടെ ഏറ്റവും സസ്പെൻസ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗമാണിത്. അവിടെയാണ് കേസ് ഓഫ് സസ്പീഷൻ, നമ്മുടെ ഈ പാഠത്തിന്റെ ഹെഡിങ്, സംശയത്തിന്റെ മുനമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ വാച്ച് എടുത്ത പോലെ തിരിച്ചു വെക്കാൻ നിനക്ക് നല്ലതെന്ന് പറഞ്ഞപ്പോൾ പേടിയിൽ വിഭ്രാന്തിയിൽ അവൻ ആ വാച്ച് തിരിച്ചു വെച്ചു എന്നുള്ളതാണ്. ഇനി ലാസ്റ്റ് പാർട്ട് എന്താണ്, ഇതിന്റെ സസ്പെൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. സെക്ഷൻ 4 നമുക്ക് ചില ഇൻട്രൊഡക്ഷൻ ചോദ്യങ്ങൾ ഇന്നുണ്ട്. വാസ് ദ ഡോക്ടർ റൈറ്റ് ഇൻ ടേണിംഗ് ഇവാൻസ് ഔട്ട് ഇൻ ദ കോൾഡ്? ആ കൊടും തണുപ്പത്ത് ഇവാൻ എന്ന് പറഞ്ഞ റൈഡറെ പുറത്തേക്ക് ആക്കിയത് ശരിയായിരുന്നോ? ഏതിനും 2 ന്യായം ഉണ്ടല്ലോ, തെറ്റും ശരിയും അല്ലേ? അപ്പൊ അത് ശരിയായിരുന്നോ എന്നുള്ളതാണ്. ഡു യു തിങ്ക്, നിങ്ങൾ ചിന്തിക്കുന്നോ, ഹി വിൽ എവർ നോ, അവൻ എന്തെങ്കിലും അറിയും, വെദർ ഹി വാസ് റൈറ്റ് ഓർ റോങ്, അവൻ ചെയ്ത് തെറ്റോ ശരിയോ എന്ന് നിർണ്ണയിക്കുന്നത് അതോടെയാണ് വാസ് ദ കേസ് ഓഫ് സസ്പീഷൻ ജസ്റ്റിഫൈ നീതീകരിക്കുന്നത്. അപ്പൊ അതിലേക്ക് നമ്മൾ പോവുകയാണ്. ലാസ്റ്റ് പാർട്ട് നോക്കും. അവിടെ വീട്ടിൽ നിന്ന് മിസ്സിസ് വാട്സോർലിയോട് അല്ലെങ്കിൽ മിസ്റ്റർ വാട്സോർലിയോട് ഒരു മുംബൈ വഴിമധ്യേ ഉണ്ടായ സംഭവം അയാൾ വിവരിച്ചു കൊടുക്കുകയാണ്. എന്താ പറയുന്ന കൊട്ടേഷൻ തുടങ്ങുന്നത് എന്താണ്? എ ഫെലോ എന്നാണ് ഒരു ചങ്ങാതി. ഐ പിക്ഡ്, ഞാൻ കയറ്റിയത്. ഇവിടെ പിക്കഡപ്പ് എന്ന ഞാൻ കയറ്റിയത്. ഇൻ മൈ കാർ, എന്റെ കാറിൽ. ഓൺ മൈ വേ ഹിയർ, ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് വെച്ച് ഞാൻ ഒരു ചങ്ങാതിയെ കാറിൽ കയറ്റി. ടു നൈറ്റ്, ഇന്ന് രാത്രി, അദ്ദേഹം ശ്രമിച്ചു ടു റോബ് മീ, എന്നെ കൊള്ളടിക്കാൻ. എന്താ പറഞ്ഞത്? മിസ്റ്റർ വാട്സോർലി, ഇന്നൊരു രസമായ സംഭവം ഉണ്ട്. ഞാൻ വളരെ തകൃതിയിൽ നിങ്ങളെ വീട്ടിലേക്ക് ഇങ്ങനെ വരവേ ഞാൻ കാറിൽ ഒരു ചങ്ങാതിയെ കയറ്റി, അവന്റെ പേര് ഇവാൻസ് എന്നാണ്. ആ കഥ ഇവനെ പറഞ്ഞു കൊടുക്കുകയാണ്. പക്ഷേ കാറിൽ കയറ്റി കുറച്ചിങ്ങ് പോന്നപ്പോഴേക്ക് അവൻ എന്ത് ചെയ്തു? എന്നെ കൊള്ളയടിക്കാൻ ശ്രമിച്ചു. എന്താ കൊള്ളയടി എന്ന് പറഞ്ഞത്? ഹി സെഡ്, അവൻ പറഞ്ഞു, ടു ഓട്ടിനോട് പറഞ്ഞു. വാട്സോർലിയുടെ ഭർത്താവ് അല്ലെങ്കിൽ മിസ്സസ് വാട്സോർലിയുടെ ഭർത്താവാണ് ഓട്ട്. ഫീലിംഗ് എ ലിറ്റിൽ പ്രൗഡ്, കുറച്ച് അഭിമാനത്തോടെ അദ്ദേഹം പറഞ്ഞു. പ്രൗഡ് എന്ന അഭിമാനം, ഒരു അല്പം അഭിമാനത്തോടെ അവൻ പറഞ്ഞു, നോക്കൂ, ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു ചങ്ങാതി എന്നെ കൊള്ളയടിക്കാൻ ശ്രമിച്ചു. ഹി ടുക്ക് മൈ വാച്ച്, അവൻ എന്റെ വാച്ച് എടുത്തു. ബട്ട് വെൻ ഐ പുഷ് മൈ 0.45, എന്റെ AK-47 പേപ്പർ എന്നൊക്കെ പറഞ്ഞ വരി തോക്കിന്റെ ഒരു നമ്പറാണ്. എന്റെ 0.45 പിസ്റ്റൽ ഉണ്ടല്ലോ, ആ കൈത്തോക്ക്, അത് അവന്റെ സൈഡിലേക്ക് ഞാൻ ചൂണ്ടിയപ്പോ ഹി ഡിസൈഡഡ്, അവൻ തീരുമാനിച്ചു, ടു ഗിവ് ഇറ്റ് ബാക്ക് മീ, എനിക്ക് തിരിച്ചു തരാൻ. നോക്കൂ, ഞാൻ അവനെ ഒന്ന് ഭീഷണിപ്പെടുത്തി. എടോ, എന്റെ വാച്ച് തിരിച്ചു തന്നിട്ടില്ല എങ്കിൽ ഞാൻ ഈ 0.45 തോക്ക് നിന്റെ ചെകിടത്തു അല്ലെങ്കിൽ കൂടെ ഞാൻ ഉള്ളിലേക്ക് തലച്ചോറിൽ കയറ്റും എന്ന് ചൂണ്ടിയപ്പോൾ അവൻ എനിക്ക് ആ വാച്ച് തിരിച്ചു തന്നു എന്ന്. അപ്പൊ ഈ സംഭവം പറയുകയാണ്. ഓട്ട് സ്മൈൽഡ് വൈഡ്. ഇത് കേട്ട ശ്രോതാവായിരിക്കുന്ന ഓട്ട് എന്ന് പറഞ്ഞ വ്യക്തി ഒന്ന് പുഞ്ചിരിച്ചു വിശാലമായി. സച്ച് ആൻ എക്സൈറ്റിംഗ് സ്റ്റോറി, ഇങ്ങനെ ആവേശപരമായ കഥ കേട്ട്, കമ്മിങ് ഫ്രം യങ് ഡോക്ടർ, യുവ ഡോക്ടർ ആയിരിക്കുന്ന നമ്മുടെ ബെൻസന്റെ വായിൽ നിന്ന് ഇത്തരം ഒരു കഥ കേട്ടപ്പോ വളരെ ആവേശഭരിതമായി. എന്നിട്ട് അദ്ദേഹം തിരിച്ചു ചോദിച്ചു. എന്താ ചോദിച്ചത്? വെൽ, ഐ ആം ഗ്ലാഡ്. നിങ്ങൾ ലൈനിൽ നോക്കുക. ഐ ആം ഗ്ലാഡ്, എനിക്ക് നല്ല സന്തോഷമായി. ഹി ഗാവ് ഇറ്റ് ബാക്ക് ടു യു. അക്കാലങ്ങളിൽ എല്ലാവർക്കും ഒന്നും വാച്ച് ഉണ്ടാവില്ല, പ്രത്യേകിച്ച് ഗ്രാമങ്ങളിലുള്ളവരുടെ കയ്യിലൊന്നും വാച്ച് ഉണ്ടായിരിക്കില്ല. അപ്പൊ അതിന് ഓട്ട് പറയാണ്, എന്റെ പൊന്നാർ ഡോക്ടറെ, ആ ചങ്ങാതിയെ വാച്ച് നിങ്ങൾക്ക് തിരിച്ചു തന്നതിൽ ഞാൻ വളരെയധികം സന്തോഷവാനാണ്. നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയല്ലോ. ഓട്ട്സ് പറഞ്ഞു. ബിക്കോസ്, കാരണം, ഇഫ് ഹി ഹാഡിൻഡ്, അവൻ തന്നിട്ടില്ലായിരുന്നു എങ്കിൽ, ഇഫ് ഹി ഹാഡിൻഡ് ഗിവ് യു ദാറ്റ് വാച്ച്, ആ വാച്ച് നിങ്ങൾക്ക് തന്നിട്ടില്ലായിരുന്നെങ്കിൽ, വി വുഡന്റ് ഹാവ് ബീൻ എനി ഐഡിയ, നമുക്കൊരു ഐഡിയ ഉണ്ടാവുമായിരുന്നില്ല. വി വുഡന്റ് ഹാവ് എനി ഐഡിയ വാട്ട് ടൈം, ഏത് സമയമാണ് ദ ചൈൽഡ് വാസ് ബോൺ, അതായത് എന്റെ കുട്ടി എത്ര മണിക്കാൻ ജനിച്ചു സമയം നോക്കണമെങ്കിൽ വാച്ച് വേണ്ടേ. അതുകൊണ്ട് ആ വാച്ച് നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയതുകൊണ്ട് എന്റെ കുട്ടിയുടെ ജനനസമയം അറിയാൻ വളരെ ഉപകാരപ്രദമായി. വളരെ നന്നായി എന്ന് പറഞ്ഞു. അതിരിക്കട്ടെ, വാട്ട് ടൈം വുഡ് സേ ഇറ്റ് ഹാപ്പൻ ഡോക്ടർ? അപ്പോ ഡോക്ടറെ, എപ്പോഴാണ് അതൊക്കെ സംഭവം ഉണ്ടായത്? എന്റെ കുട്ടി എപ്പോഴാണ് ജനിച്ചത്? എപ്പോഴാണ് അദ്ദേഹം നിങ്ങളുടെ വാച്ച് പിക് പോക്കറ്റ് ചെയ്യാൻ ശ്രമിച്ചത് എന്ന് ചോദിച്ചു.
അപ്പോ ഡോക്ടർ ബെൻസൺ ടുക്ക് ദ വാച്ച് ഫ്രം ഹിസ് പോക്കറ്റ്. ഡോക്ടർ ബെൻസൺ അവന്റെ പോക്കറ്റിൽ നിന്ന് വാച്ച് എടുത്തു. എന്നിട്ടോ ആ ചങ്ങാതി തിരിച്ചു വെച്ച വാച്ച് അവൻ പുറത്തേക്ക് എടുത്തു എന്ന് പറയാണ്. എന്നിട്ട് കണക്ക് കൂട്ടുകയാണ്, കുട്ടി എപ്പോഴാ പ്രസവിച്ചെന്ന്. ദ ബേബി വാസ് ഡെലിവേർഡ് എബൌട്ട് 30 മിനിറ്റ് എഗോ. അതായത് നിന്റെ ബേബി, നമ്മുടെ കുഞ്ഞ് ഒരു 30 മിനിറ്റ് മുമ്പേ ആണ് പ്രസവിച്ചത്. ദ ബേബി വാസ് ഡെലിവേർഡ്, പ്രസവിക്കപ്പെട്ടു, എബൌട്ട് 30 മിനിറ്റ്സ് എഗോ, 30 മിനിറ്റ് മുമ്പേ. ആൻഡ് റൈറ്റ് നൗ, ഇപ്പൊ തൊട്ട്. അപ്പൊ ഇവിടെ നിന്നാണ് കണക്ക് കൂട്ടുകയാണ് ഡോക്ടർ. അങ്ങനെ കുത്തി, അപ്പൊ ഈ ഒരു അരമണിക്കൂർ മുമ്പെയാണ് നമ്മുടെ കുട്ടി ജനിച്ചത്. അപ്പോ ആ പോക്കറ്റടി എപ്പോഴാവും നടന്നുണ്ടാക്കിയ. ഹി വാക്ക്ഡ് ഓവർ, ഇത് തിട്ടപ്പെടുത്താനായിട്ട് അവൻ നടന്നു ചെന്നു ടു ലാമ്പ്, വിളക്കിന്റെ വെളിച്ചത്തിലേക്ക്, ടു ദ ടേബിളിൽ വെച്ചിരിക്കുന്ന വിളക്ക് വെളിച്ചത്തിലേക്ക് തന്റെ വാച്ച് നോക്കുന്നതിന് വേണ്ടി അവൻ ആ വാച്ചും കൊണ്ട് അവന്റെ അടുത്തേക്ക് ചെന്നു. ഹീ സ്റ്റെയേർഡ്, അവൻ തുറിച്ചു നോക്കി. സ്ട്രേഞ്ച്ലി അറ്റ് ദ വാച്ച് ഇൻ ഹിസ് ഹാൻഡ്, തന്റെ കയ്യിലിരിക്കുന്ന ആ വാച്ചിലേക്ക്. അവന്റെ കയ്യിൽ ഇങ്ങനെ ഒരു വാച്ച് ഇരിക്കുന്നുണ്ട്. ആ വാച്ച് ഇങ്ങനെ തുറിച്ചു നോക്കി, ഈ വാച്ചിലേക്ക് തുറിച്ചു നോക്കി. ആ വിളക്കിനോട് ചാരിയിട്ട് വാച്ച് പിടിച്ചു നോക്കി. ഇൻ ഹിസ് ഹാൻഡ്. ദ ക്രിസ്റ്റൽ വാസ് ക്രാക്ക്ഡ്. അയ്യോ, ഇതിന്റെ ചില്ല് പൊട്ടിയിട്ടുണ്ടല്ലോ എന്ന് നോക്കുക. എന്റെ വാച്ചിന്റെ ചില്ല് പൊട്ടിയിരുന്നില്ല, പക്ഷേ ഈ വാച്ചിന്റെ ചില്ല് പൊട്ടിയിട്ടുണ്ടല്ലോ. ക്രാക്ക്ഡ്. ദ ടോപ്പ് വാസ് ബ്രോക്കൺ, ഇതിന്റെ മുകൾ ഭാഗം ആകെ പൊട്ടിയിട്ടുണ്ടല്ലോ. ഹി ടേൺ ദ വാച്ച് ഓവർ ആൻഡ്, ഈ വാച്ചിങ് തിരിച്ചും മറിച്ചു നോക്കി. ടു ക്ലോസ് ടു ദ ലാമ്പ്, അവിടെ ഉണ്ടായിരുന്ന ആ വിളക്കിന്റെ അടുത്തേക്ക് പിടിച്ചു നോക്കി. ഇത് എന്തു പറ്റി? ഹി സ്റ്റഡീഡ്, അവൻ പഠിച്ചു. ദ വോൺ ഇൻസ്ക്രിപ്ഷൻ, അപ്പോഴല്ലേ ഈ വാച്ചിന്റെ സൈഡിൽ കൂടെ ഒരു ഇൻസ്ക്രിപ്ഷൻ, ഒരു ലിപി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് അവൻ വായിച്ചു. എന്താണ്? ആ വാച്ചിന്റെ ഈ ഫ്രെയിമിന്റെ അരികിലൂടെ ഇങ്ങനെ ഒരു ലിപി എഴുതിയിട്ടുണ്ടായിരുന്നു. എന്താണ് എഴുതിയത്? ടു പ്രൈവറ്റ് ടി ഇവാൻസ്. പ്രൈവറ്റ് ടി ഇവാൻസിനെ സമ്മാനിച്ചത് ആംബുലൻസ് സെക്ഷനിലുണ്ടായിരുന്ന ഹുസ് പേഴ്സണൽ, അവന്റെ വ്യക്തിഗതമായ ബ്രേവറി, ധീരതയ്ക്ക് പ്രിസർവ്ഡ്, സംരക്ഷിക്കുകയുണ്ടായി അവർ ലൈഫ്സ്, ഞങ്ങളുടെ ജീവനുകളെ. ദ നൈറ്റ്, ആ രാത്രിയിൽ, ഓഫ് നവംബർ 3, 1943, രണ്ടാം ലോകമഹായുദ്ധ സമാപ്തിയിൽ 1943 നവംബർ 3 ഞങ്ങളുടെ ജീവൻ രക്ഷപ്പെടുത്തിയതിന് പ്രൈവറ്റ് ടി ഇവാൻ നൽകുന്ന ഉപഹാരം എന്ന് ഈ വാച്ചിന്റെ അരിയിൽ കൊത്തി. നമ്മൾ കല്യാണത്തിന് സമ്മാനം കൊടുക്കുമ്പോൾ പ്രസന്റഡ് ബൈ എന്നില്ല, അതുപോലെ. അപ്പോൾ നിയർ ദ ഇറ്റാലിയൻ ഫ്രണ്ട്, ഇറ്റാലിയൻ സൈന്യനിരകളുടെ തൊട്ടു മുമ്പിൽ അണിനിരന്നിരുന്ന യുദ്ധത്തിൽ പങ്കെടുത്ത ഞങ്ങള് ജീവൻ ആംബുലൻസിൽ കൊണ്ട് രക്ഷപ്പെടുത്തിയതിന് പ്രൈവറ്റ് ഇവാൻസിന് നൽകിയ ഉപഹാരം എന്ന് ഈ വാച്ചിന്റെ അരികിലൂടെ കൊത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ ആരാണത് കൊടുത്തത്? നേഴ്സസ് നെസ്ബിറ്റും ജോൺസും ആൻഡ് വിൻഗേറ്റും. നേഴ്സുമാരായ നെസ്ബിറ്റും ജോണും വിൻഗേറ്റും എന്ന 3 നേഴ്സുമാരെ ആ യുദ്ധം ഉണ്ടാകുമ്പോൾ കുറെ പേര് അപകടവും കയ്യും കാലം കുടുങ്ങിയല്ലോ. അപ്പൊ പെട്ടെന്ന് സടയിച്ചിട്ട് ഇവാൻ പറഞ്ഞല്ലോ ഇതിനു മുമ്പേ, ഞാൻ പണ്ട് പട്ടാളത്തിലായിരുന്നു എന്നും. അങ്ങനെ പട്ടാളത്തിലായിരുന്ന കാലത്ത് സൈന്യങ്ങളുടെ മുൻനിരയിൽ തന്നെ ആംബുലൻസിൽ ഒരു 3 നേഴ്സുമാരുടെ ജീവൻ രക്ഷപ്പെടുത്തുകയുണ്ടായി. അന്ന് ആ നേഴ്സുമാര് തങ്ങളുടെ ജീവൻ രക്ഷപ്പെടുത്തിയതിന് പ്രത്യുപകാരമായിട്ട് നൽകിയതായിരുന്നു ഈ വാച്ച്. പക്ഷേ അതെങ്ങനെ ഇപ്പോ നമ്മുടെ ഡോക്ടർ ഇവാൻ, അതാണ് ഇവാന്റെ പോക്കറ്റിൽ വന്നത്. അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇംഗ്ലീഷുകാരുടെ ബുദ്ധി. അതായത് തോക്ക് ചൂണ്ടിക്കൊണ്ട് നിന്നെ ഞാൻ എന്റെ വാച്ച് തിരിച്ചു വെച്ചില്ലെങ്കിൽ വെടിവെക്കും എന്ന് പറഞ്ഞപ്പോ തൽക്കാലം ജീവൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവൻ സ്വമേധ എടുത്തൊരു രക്ഷപ്പെടൽ മാർഗമാണ് ഇത്. എന്താണത്? സത്യം പറഞ്ഞ അവൻ ഡോക്ടറെ വാച്ചൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഡോക്ടർ ആകട്ടെ തന്റെ വാച്ച് വീട്ടിൽ നിന്ന് പോരുമ്പോൾ എടുക്കാനും മറന്നിരുന്നു. പക്ഷേ തന്റെ പോക്കറ്റിൽ വാച്ച് തപ്പിയപ്പോൾ കാണാത്തപ്പോ ആ സിഗരറ്റ് പാക്കറ്റ് തിരിച്ചു വെച്ച സമയത്ത് തന്റെ വാച്ച് ഇവൻ കട്ടെടുത്തതായിരിക്കാം എന്ന് ഊഹിച്ചു പോയി ഡോക്ടർ. അതാണ് സസ്പീഷൻ, സംശയത്തിന്റെ മുന എന്ന് പറയുന്നത്. സത്യം പറഞ്ഞ ഡോക്ടർക്കാണ് ഏറ്റവും വലിയ അമളി പറ്റിയത്. കാരണം ഇവൻ എന്താ ചെയ്തത്? തൽക്കാലം ജീവൻ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി അവന്റെ വാച്ച് എടുത്തിട്ട് ഡോക്ടറുടെ പോക്കറ്റിൽ ഇട്ട് കൊടുത്തു. അതുകൊണ്ട് അവൻ വെടിവെക്കാതെ പുറത്തേക്ക് രക്ഷപ്പെടുകയുണ്ടായി. അവസരോചിതമായ ബുദ്ധി എന്ന് പറഞ്ഞ ഇതാണ്. അങ്ങനെ ഇപ്പോ നമ്മുടെ ഡോക്ടർക്ക് ആകെ എന്താ പറയുക, പശ്ചാത്താപം തോന്നുകയാണ്. അയ്യോ, ഞാൻ ചെയ്യരുതാത്താണല്ലോ ചെയ്തത്. അവൻ എൻ്റെ വാച്ച് പിക്ക് പോക്കറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ ഈ വാച്ച് സത്യം പറഞ്ഞ എൻ്റെ വാച്ചല്ല, ഇത് അവനെ സമ്മാനമായി കൊടുത്തതാണ് യുദ്ധത്തിൽ 3 നേഴ്സുമാര്. അയ്യോ, ഇങ്ങനെ ചെയ്യരുതാൻ പാടില്ലാത്തതായിരുന്നു
എന്ന് ഡോക്ടർക്ക് പശ്ചാത്താപത്തോടെ ഈ സ്റ്റോറി ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇതാണ് സംശയത്തിന്റെ മുന എന്ന് പറഞ്ഞത്. നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ ഇങ്ങനെ സംശയിക്കേണ്ടാത്തവരെ സംശയിക്കുകയും അല്ലെങ്കിൽ അസ്ഥാനത്തെ സ്ഥാനമായി കാണുകയും സ്ഥാനത്തെ അസ്ഥാനമായി കാണുകയും ഒക്കെ ചെയ്യാറുണ്ട് നമ്മുടെ നിത്യജീവിതത്തിൽ, അല്ലെ? ഇങ്ങനെ ഒരു അമളി പറ്റിയതാണ് ഈ ഡോക്ടർക്ക്. അതാണ് കേസ് ഓഫ് സസ്പിഷ്യൻ എന്നുള്ള ഈ പാഠം. അത് ഈ വാലൻസ് എന്ന് പറഞ്ഞ ഒരു എഴുത്തുകാരന്റെ പാഠമാണ്. അപ്പോൾ ഇതില് നമുക്ക് ചോദ്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞാണ്. പാർട്ട് അതിന്റെ ക്വസ്റ്റ്യൻസിന്റെ അർത്ഥമൊക്കെ നിങ്ങൾക്ക് തേർഡിന്റെ ചോദ്യം ഇതാണ്. 8.3 61 എന്താണ്? വൈ ഡിഡ് ഡോക്ടർ റീച്ച് ഫോർ ഹിസ് പിസ്റ്റൽ? എന്തിനാണ് ഡോക്ടർ തന്റെ തോക്ക് തപ്പി നോക്കിയത്? വാട്ട് ഡിഡ് ഹി ഡു വിത്ത് ഇറ്റ്? അതുകൊണ്ട് അവൻ എന്താ ചെയ്തത്? വാച്ച് തപ്പി നോക്കിയത്, സോറി, പിന്നെ തോക്ക് തപ്പി നോക്കി വേറെ ഒന്നിനല്ല, ഇവനെ എന്റെ വാച്ച് കൊള്ളടിച്ചു, അതുകൊണ്ട് അവനെ വെടിവെക്കാൻ വേണ്ടിയിട്ട്. വാട്ട് വാസ് ദ ഇവാൻ റിയാക്ഷൻ? അതിന് റിയാന്റെ പ്രതികരണം, അവൻ പേടിച്ചു പറച്ചു. വാട്ട് ഡിഡ് ഹു? അവൻ എന്ത് ചെയ്തു എന്ന്. ദെൻ വൈ ഡിഡ് ദ ഡോക്ടർ ടേൺ ഇവാൻ ഔട്ട് ഓഫ് ദ കാർ? എന്തിനാണ് കാറിൽ നിന്ന് അവനെ ചവിട്ടി പുറത്താക്കിയത് ഇവാനെ? കാരണം അവൻ വില്ലനാന്ന് മനസ്സിലായി തോന്നിയപ്പോൾ തെറ്റിദ്ധാരണയുടെ മുന്നിൽ. 4 വേർ വാസ് സോൾ ഫാമി? അതായത് സോളിയുടെ കൃഷിയിടം എവിടെയായിരുന്നു? ഒരു കുന്നിന് ഓൺ ദ ടോപ്പ് ഓഫ് എ ഹിൽ, ഒരു കുന്നിന് മുകളിൽ ഒരു മരപ്പാലം ക്രോസ് ചെയ്തിട്ടൊക്കെ നമ്മൾ കഥയിൽ പറഞ്ഞതാണ്. ആൻഡ് ഹൂ ഹെൽപ്ഡ് ഹിം ടു റീച്ച് ദർ? അവിടെ എത്താൻ ആരാണ് ഡോക്ടറെ സഹായിച്ചത്? മിസ്സിസ് ഓട്സോർലിയുടെ മൂത്ത മകനിൽ ഒരാൾ റാന്തലും കൊണ്ടുവന്ന് സഹായിച്ചു എന്ന് നമ്മൾ പറഞ്ഞില്ലേ. 5 ഡിഡ് ദ ഡോക്ടർ ഹാവ് എനി ഡിഫിക്കൽട്ടി വിത്ത് ഹിസ് പേഷ്യന്റ്? തന്റെ രോഗിയുമായിട്ട് ഡോക്ടർക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു? ഇല്ല. നോർമൽ ഡെലിവറി ആയിട്ട് ചെന്നപ്പോഴേക്കിന് അയാളുടെ ഉപകരണം ഒന്നും എടുക്കാതെ തന്നെ അയാൾ പ്രസവിച്ചു എന്ന് പറയുന്നുണ്ട്. ഹൗ ഡു യു? നിങ്ങൾക്ക് എങ്ങനെ അറിയാം? 6ാം ചോദ്യം, ഹൗ ഡു യു നോ? നിങ്ങൾക്ക് എങ്ങനെ അറിയും ദാറ്റ് ഡോക്ടർ വാസ് റിലാക്സ്ഡ് ആഫ്റ്റർ ദ ബേബി വാസ് ബോൺ? ഈ കുട്ടി ജനിച്ച ഉടനെ തന്നെ ഡോക്ടർ ഒരു സമാധാനപ്പെടും എന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കി? അദ്ദേഹം ഒരു സിഗരറ്റൊക്കെ എടുത്ത് കത്തിച്ചു വലിക്കാൻ തുടങ്ങി എന്നത്. ഇനി നമ്മൾ ഇന്നെടുത്ത ഭാഗത്തിലെ ചോദ്യം 4ാമത്തെ, അതായത് റെഫർ ദ വേർഡ്സ് പാസേജ് ദാറ്റ് ഷോ ഡോക്ടർ ബെൻസൺ ഹി വാസ് ജസ്റ്റിഫൈഡ് ഇൻ ടേണിംഗ് ഇവാൻ ഔട്ട്. അതായത് ഇവാനെ ചവിട്ടി പുറത്താക്കിയതിൽ തനിക്ക് ചില നീതീകരണങ്ങളുണ്ട്, ജസ്റ്റിഫിക്കേഷൻ ഉണ്ട് എന്ന് എടുത്തു കാണിക്കുന്ന ചില വേർഡുകൾ എടുത്തു കാണിക്കാൻ. ഇമ്പോർട്ടൻറ്റ് ചോദ്യം അല്ല. 2 വൈ വാസ് മിസ്സസ് സോളി ഹാപ്പി? എന്തുകൊണ്ടാണ് മിസ്റ്റർ സോളി വളരെ സന്തോഷവാനായത്? ദ ഡോക്ടർ ബെൻസൺ ഗോട്ട് ഹിസ് വാച്ച്? തന്റെ വാച്ച് തിരിച്ചു കിട്ടിയെന്ന് കേട്ടപ്പോൾ മിസ്റ്റർ ഓട്ടിന് ഭയങ്കര സന്തോഷം. എന്താ കാരണം? തന്റെ കുട്ടി എപ്പോഴാ പ്രസവിച്ചത് എന്നറിയാൻ നിങ്ങൾക്ക് വാച്ച് തിരിച്ചു കിട്ടിയല്ലോ എന്ന സമാധാനത്തിന്. 3ാം ചോദ്യം, ഹൗ ഡി ഡോക്ടർ റിയലൈസ്? എങ്ങനെയാണ് ഡോക്ടർക്ക് മനസ്സിലായത് എന്ത്? ദാറ്റ് ഹി വാസ് നോട്ട് ലുക്കിംഗ് അറ്റ് ഹിസ് ഓൺ വാച്ച്. അയ്യോ, ഇത് എന്റെ വാച്ചിലേക്ക് അല്ലല്ലോ താൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് എപ്പോഴാണ് മനസ്സിലായത്? ആ വാച്ചിന്റെ അരികിലൂടെ അതിന്റെ ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട്, അരികിലൂടെ ഒരു അക്ഷരലിപിയാൽ എന്തോ കൊത്തിവെച്ചിട്ടുണ്ട് എന്ന് അത് വായിച്ചപ്പോഴാണ് ഇറ്റ് ഈസ് നോട്ട് മൈ വാച്ച്, ഇതെന്റെ വാച്ച് അല്ല, ഇറ്റ് ഈസ് സംബഡി വാച്ച് എന്ന് മനസ്സിലായത്, അല്ലെ? 4 വാട്ട് ഇൻഫർമേഷൻ ഡിഡ് ദ ഇൻസ്ക്രിപ്ഷൻ ഗീവ് അബൌട്ട് ഇവാൻ? ആ വാച്ചിന്റെ അരികിലൂടെ കൊത്തിവെച്ച ആ ലിപി എന്ത് വിവരമാണ് ഇവാനെ കുറിച്ച് നൽകുന്നത്? വേറെ ഒന്നുമല്ല, ഇവാൻ വാസ് ആൻ ആംബുലൻസ് ഡ്രൈവർ ഇൻ ദ സെക്കൻഡ് വേൾഡ് വാർ. 2ാം ലോക മഹായുദ്ധത്തിൽ ആംബുലൻസ് സെക്ഷനിൽ പണിയെടുത്തിരുന്ന ശുദ്ധ മനസ്കനായിരിക്കുന്ന ഒരു പട്ടാളക്കാരനായിരുന്നു അദ്ദേഹം തന്റെ ജീവൻ തിരിച്ചുകൊണ്ട് പോലും 3 നഴ്സുമാരുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചതാണ്. അതിൽ ജീവൻ രക്ഷപ്പെട്ടതിന് ശേഷം ആ 3 നഴ്സുമാർ ഉപഹാരമായി നൽകിയതാണ് ഈ വാച്ച്. ഇത്യാദി കാര്യങ്ങളൊക്കെ നമുക്ക് ഇവാനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നു എന്ന്. ഇനി അതിൽ ഓവറാൾ ക്വസ്റ്റ്യൻ ഉണ്ട്, ഹൗ ഡു യു നോ ദ ടൈറ്റിൽ ഓഫ് ദ പാസേജ് അപ്രോപ്രിയേറ്റ്? ഈ പാഠത്തിന്റെ ഹെഡിങ് ഉചിതമായ ഹെഡിങ് ആണോ? അല്ലെങ്കിൽ ഹു ഈസ് സസ്പീഷ്യൻ? ആർക്കാണ് സംശയം? ഹും, ആരെയാണ് സംശയം? കേൾക്കുന്നവർക്കൊക്കെ അറിയാം ആർക്ക് ആരെയായിരുന്നു സംശയം എന്ന്. വാസ് ഇറ്റ് ജസ്റ്റിഫൈഡ്? അത് നീതീകരിക്കാവോ? 2ാം ചോദ്യം, വാട്ട് വാസ് ഡോക്ടേഴ്സ് ഇംപ്രഷൻ അബൌട്ട് ഇവാൻ? ഇവാനെ കുറിച്ച് ഡോക്ടറുടെ അഭിപ്രായം എന്തായിരുന്നു? ഹൗ ഡി ഡോക്ടർ റിയലൈസ് ഹിസ് മിസ്റ്റേക്ക്? ഡോക്ടർക്ക് എങ്ങനെയാണ് തന്റെ തെറ്റും മനസ്സിലാക്കാൻ കഴിഞ്ഞത്? 3ാമത്, വുഡ് യു കാൾ? നിങ്ങൾ വിളിക്കുമോ ഡോക്ടർ ബെൻസനെ എ കൈൻഡ് ആൻഡ് ജെന്റിൽ ഡോക്ടർ? മാന്യനുമായി ദയയുള്ളവനുമായ ഡോക്ടർ എന്ന് നിങ്ങൾ ഈ ഡോക്ടറെ വിളിക്കുമോ? അതൊക്കെ വ്യക്തിഗത ചോദ്യമാണ്. ദെൻ വുഡ് ഇവാൻ തിങ്ക് ഓഫ് ഹിം ഇൻ ദ സെയിം വേ? ഇവാനും അതേപോലെ അവനെ ചിന്തിക്കുവോ? ഇഫ് നോട്ട് ഇല്ലെങ്കിൽ വൈ? ഇത്തരം ചോദ്യങ്ങളൊക്കെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ 4ാമത്തെ ചോദ്യം, നിങ്ങൾക്ക് ഇങ്ങനെ സാഹചര്യം ഉണ്ടായാൽ നിങ്ങളുടെ സംശയം ആരിലൊക്കെ വന്ന് പതിക്കും എന്നുള്ള ചില ചോദ്യമാണ് പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യം. അപ്പോൾ എന്തായാലും ഇത് എക്സാം ഓറിയന്റഡ് പാഠമാണ്. നിങ്ങൾ എല്ലാവരും ആ ഒരു ഗൗരവത്തോടെ തന്നെ ഈ പാഠം പഠിക്കണം. എല്ലാവരും പാഠങ്ങൾ തുടരെ വായിക്കുക. എന്നിട്ട് ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസറുകളൊക്കെ, ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ അറിയാത്തൊരു ഇതിന്റെ പുറകിൽ തന്നെ അതിന്റെ ആൻസർ ക്ലൂ ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാം നിങ്ങൾക്ക് എടുത്ത് നോക്കിയാൽ ആൻസറും അതിനകത്ത് കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ സമാപ്തം. ഒരിക്കൽ കൂടി നിങ്ങൾ എൻ്റെ ക്ലാസ് കേൾക്കുന്നവർ കേട്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ രേഖപ്പെടുത്തുകയും
ഒരു ലൈക്ക് ബട്ടണിലൊക്കെ അമർത്തുകയും മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്യുകയും കൂടാതെ നമ്മുടെ NIOSുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ യഥാസമയം അറിയിക്കുന്നതിന് വേണ്ടി നിങ്ങൾ PVN ഗ്ലോബൽ സബ്സ്ക്രൈബ് ചെയ്യുക, അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നാൽ നമുക്ക് ഇത്തരം വീഡിയോസുകൾ വീണ്ടും വീണ്ടും നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അതല്ലാതെ നിങ്ങൾ കേട്ടതിന് ശേഷം നിങ്ങൾ മാത്രം അത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വ്യൂവേഴ്സ് വരില്ല. അപ്പോൾ അതുകൊണ്ട് വ്യൂവേഴ്സ് വന്നെങ്കിലേ നമുക്ക് കൂടുതൽ ഇത്തരം നല്ല നല്ല വീഡിയോസുകൾ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റൂ. അതിന് നിങ്ങളുടെ എൻകറേജ്മെൻറ്റ് വേണം. ആൻഡ് സോ ടുഡേ ഐ ആം ബൈൻഡിങ് അപ്പ്. മാത്രമല്ല NIOSുമായി നിങ്ങൾക്ക് പുതിയ രജിസ്ട്രേഷൻ ആവശ്യമുണ്ടെങ്കിൽ കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സുകളും നമ്മൾ യഥാവിധി കേവലം ഇംഗ്ലീഷിൻ്റെ മാത്രമൊന്നുമല്ല, നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സുകളും ലഭിക്കും. ഇപ്പോൾ മലയാളം ക്ലാസ്സുകൾ PVN ഗ്ലോബൽ എന്ന് പറഞ്ഞ ഗ്ലോബലിൽ നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് എടുത്താൽ അതിൽ പ്രധാനപ്പെട്ട മലയാള പദ്യത്തിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് വേണമെങ്കിൽ ലഭ്യമാകുന്നതാണ്. ഓക്കെ, എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. വെയിറ്റ് ഫോർ മൈ നെക്സ്റ്റ് വീഡിയോ.